സമരപോരാട്ടങ്ങളുടെ വിപ്ലവ നേതാവ് സഖാവ് വി.എസ്. അച്യുതാനന്ദൻ വിട പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കാൻ വെമ്പൽ കൊള്ളുകയാണ് സോഷ്യൽ മീഡിയയിൽ പലരും. പറഞ്ഞാലും തീരാത്തത്ര കഥകളുണ്ട് വി.എസിനെ ഓർത്തെടുക്കാൻ. സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്ന, മനുഷ്യപക്ഷത്ത് നിന്ന ജനകീയനാണ് വി.എസ്. അച്യുതാനന്ദൻ. നിലപാടുകളിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പലപ്പോഴും വി.എസിന് അച്ചടക്ക നടപടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. 9 തവണയാണ് വി.എസ്. അച്യുതാനന്ദന് പാർട്ടി നിലപാടുകളോട് കലഹിച്ചതുകൊണ്ട് അച്ചടക്ക നടപടി നേരിടേണ്ടി വന്നത്. അതെ, സ്ഥാപക അംഗമായ വി.എസ്. അച്യുതാനന്ദനെ CPM അച്ചടക്ക നടപടികളിലൂടെ തിരുത്താൻ ശ്രമിച്ചത് 9 തവണയാണ്. ശാസനയും തരം താഴ്ത്തലും സസ്പെൻഷനും ഒക്കെയായി പാർട്ടി കൈക്കൊണ്ട നടപടികളൊക്കെ സ്വന്തം അമ്മയുടെ ശാസന എന്ന പോലെ അംഗീകരിച്ചിരുന്നു വി.എസ്. താൻ ശരിയെന്ന് കരുതിയ നിലപാടുകളിലൊന്നും അക്കാരണത്താൽ ഒരു വിട്ടുവീഴ്ചയും അദ്ദേഹം വരുത്തിയുമില്ല. ഇന്തോ ചൈന യുദ്ധകാലത്ത് രാജ്യദ്രോഹ കുറ്റത്തിന് ജയിലിലടക്കപ്പെട്ടപ്പോൾ ജവാന്മാർക്ക് രക്തദാനം നടത്താൻ ആഹ്വാനം ചെയ്തതിന്റെ പേരിലാണ് വി.എസിനെതിരെ ആദ്യ പാർട്ടി നടപടി വരുന്നത്. 1964 വി.എസിനെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. പിന്നീട് 1998 നിർണായകമായ വെട്ടിനിരത്തലാണ് നടപടിക്ക് ആധാരമായത്. പാലക്കാട് സംസ്ഥാന സമ്മേളനത്തിൽ CITU വിഭാഗത്തിനെതിരെ വി.എസ്. അനുകൂലികൾ മത്സരിച്ച് CITUവിനെ വെട്ടിനിരത്തി. അന്ന് CPM കേന്ദ്ര കമ്മിറ്റി വി.എസിനെ പരസ്യമായി ശാസിച്ചു. 2007 ജനുവരിയിൽ ADB ലോൺ വിവാദത്തിൽ മന്ത്രിമാരായ ഐസക്കിനെയും പാലോളിയെയും പ്രതിക്കൂട്ടിൽ നിർത്തിയതിനും താക്കീത് കിട്ടി. അതേ വർഷം വി.എസ്. സസ്പെൻഷനും നേരിട്ടു. വിഭാഗീയതയുടെ പേരിൽ വി.എസിനെയും പിണറായിയെയും PBയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പക്ഷേ 4 മാസത്തിന് ശേഷം തിരിച്ചെടുത്തു. 2009 ലാവ്ലിൻ കേസിലാണ് നടപടിയെത്തിയത്. കേസിൽ പിണറായി വിജയനെതിരെ പാർട്ടി നിലപാടിൽ നിന്ന് ഭിന്നമായ നിലപാടെടുത്തതിന് PBയിൽ നിന്ന് CCയിലേക്ക് തരം താഴ്ത്തപ്പെട്ടു. 2012 ജൂലൈയിൽ പിണറായിയെ SA ഡാംഗെയോട് ഉപമിച്ച് പ്രസംഗിച്ചതിന് താക്കീത് ചെയ്തു. അതേ വർഷം ഒക്ടോബറിൽ പാർട്ടി വിലക്ക് ലംഘിച്ച് കൂടംകുളം ആണവ നിലയത്തിനെതിരെയുള്ള പ്രക്ഷോഭത്തെ പിന്തുണച്ചതിന് പരസ്യ ശാസന ഏറ്റുവാങ്ങി. 2013 ലാവ്ലിൻ വിഷയത്തിൽ CAGയെയാണ് പാർട്ടിയേക്കാൾ വിശ്വാസമെന്ന പ്രസ്താവന നടത്തിയതിനും കിട്ടി താക്കീത്. ഒടുവിൽ 2017 ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിലെ ഇറങ്ങിപ്പോക്കിനായിരുന്നു നടപടി നേരിട്ടത്. പാർട്ടിയിൽ നിന്നേറ്റ പരസ്യ ശാസന വരെ എത്തി നിൽക്കുന്നു വി.എസ്. നേരിട്ട അച്ചടക്ക നടപടികൾ. എന്തായാലും അതൊക്കെ സ്വന്തം അമ്മയുടെ ശാസന പോലെയാണ് വി.എസ്. അച്യുതാനന്ദൻ ഏറ്റെടുത്തത്.